നമ്മൾ മല കയറാൻ നിൽക്കുകയല്ല, നമ്മൾ ഈ മതിൽ ചാടാൻ വേണ്ടിയാണ്. എന്നാ നോക്കിക്കാ ചാടാ. എന്നാലും ഇത്രയും പൊക്കമുള്ള മതിൽ എങ്ങനെ ചാടുകൂടാ? നമ്മൾ ഇത്രയും പൊക്കമുള്ള മതിലാണ്ടാ ഹേമന്ത ചാമി ചാടി രക്ഷപ്പെട്ടത്. എടാ അവനാണ് ചാടിയെങ്കിലും രക്ഷപ്പെട്ടത് നമ്മളല്ലേടാ. അതെങ്ങനെയാ? അതുകൊണ്ട് നമുക്കൊരു കണ്ടന്റ് കിട്ടിയില്ലടാ. പിന്നെ വേറെ കാര്യം, നമ്മളെ ചുറ്റിപ്പറ്റി ഇവിടെ ഒരു 10ഓളം ക്യാമറയുണ്ട്. ഒരു കാരണവശാലും നമ്മൾ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ഒരു കാര്യവും ഈ ഒരൊറ്റ ക്യാമറയിലും വരാൻ പാടില്ല. നന്ദി ഉണ്ടോ നിനക്ക്? എന്ത് മനോരമയോട് നിനക്ക് തുള്ളിയാലും നന്ദി ഉണ്ടോ? എന്താണ് പറയുക? നമ്മൾ കഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് എഴുതി, അതിനെ റിഹേഴ്സൽ ചെയ്ത് മേക്കപ്പ് ഇട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്നു. അവിടെ ജയിലർ വരും ഇത്രയും ക്യാമറ ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇതിനകത്തുനിന്ന് ഈ പറയുന്ന കിട്ടരുതെന്ന് പറഞ്ഞാൽ നന്ദി ഉണ്ടോ നിനക്ക്? നന്ദി. ഞാൻ അതല്ല പറഞ്ഞത്, ഈ ക്യാമറ അല്ല CCTV. എന്താ പിന്നെ അങ്ങോട്ട് കൈ കൊണ്ട് കാണിക്കാം, പൊട്ടാ ഇങ്ങോട്ടല്ല. ഞാൻ ഇവിടെ മനുഷ്യൻ ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോൾ നീ എന്നൊരു പേര് ടെൻഷൻ കേട്ടല്ലേ? ഈ ചേരാത്ത വിൽക്കുമ്പോ നീ എന്തിനു ഭ്രാന്തെടുക്കണം? ഈ ബ്ലോക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നെഞ്ചത്ത് ബ്ലോക്കും വെച്ചോണ്ടാണ് ആ മതിലിയാടാ എന്റെ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ബ്ലോക്ക് അല്ലടാ, പിന്നെ ഈ ബ്ലോക്ക്. ഓ ആ ബ്ലോക്ക്. ആ അല്ല ഈ എന്ന് എഴുതിയിരിക്കണ ആ ബ്ലോക്ക്. ഏതെങ്കിലും ബ്ലോക്ക് ആവട്ടെ. ഇത് ഭയങ്കര പൊക്കം കേട്ടാലേ ഇതെങ്ങനെ ചാടുമെന്നാണ് ആലോചിക്കുന്നത്. അളിയാ അതിനല്ലേ ഞാൻ ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നീ ഇത് പിടി. ഇത് പിടി പിടി അളിയാ. ഓക്കെ അളിയാ. ഓ അപ്പൊ ഇനി ഇത് ഹണി റോസ് വന്ന് ഉദ്ഘാടനം ചെയ്യുവാളിയാ ഇങ്ങനെ കട്ട് ചെയ്ത്? ഇല്ലടാ, അന്നാരാജൻ വരും കട്ട് ചെയ്യാൻ. ആരായാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടാ മതിയില്ലടാ. ഇത് ഉദ്ഘാടനത്തിന് വെച്ചിരിക്കുന്ന നാടയല്ല, പിന്നെ തുണി ചുറ്റി രക്ഷപ്പെടാൻ വേണ്ടി വെച്ചിരിക്കുന്ന നമ്മളെ കയറാണെന്ന്. ഓ അങ്ങനത്തെ ആണല്ലേ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതെടുത്ത് ചാടി രക്ഷപ്പെടുന്നു, വേറെ ഒന്നും മറന്നിട്ടില്ലല്ലോ. ഒരു മിനിറ്റ് അളിയാ, ഒറ്റ മിനിറ്റ്. എവിടെ പോണു? എടാ സൂപ്പറിന്റെ സാറിനോട് യാത്ര പറഞ്ഞിട്ട് വരാം. കാരണം നല്ല മനുഷ്യടാ, നമുക്ക് എന്തെല്ലാം ഉപകാരം ചെയ്യണം. എന്നാ പിന്നെ എങ്ങോട്ടാണ് പോണെന്ന് കൂടെ പോയി പറ. അതൂടെ പറയാം. ഞാൻ അല്ലേ അത് നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതല്ലേ സൂപ്പർ സാറിനൊക്കെ പറയാന്ന് പറയാം. നിന്റെ തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടാടാ. ആരുമില്ലടിയാ. നീ ഒരു കാര്യം, നിന്റെ ബന്ധം വെച്ചൊരു വല്ല പാർട്ടി ഉണ്ടോ നോക്ക്. ഫാമിലി ആണെങ്കിൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം. ഈ പയ്യന്മാരാണെ പറ്റില്ല കേട്ടോ, അമ്മ വെള്ളം ഒഴിച്ച് നശിപ്പിച്ചാളി. ഭഗവതിയെ ഞാൻ നേരത്തെ വിളിച്ചപ്പോ നീ പറഞ്ഞതാ. ഞാൻ കിടക്കുന്ന സെല്ലില്ലേ, ആ സെല്ലിനകത്ത് മൊത്തം ഉറുമ്പാടാ. അതിനെന്താ? ഇന്നലെ ഒരു ഉറുമ്പന്റെ ചെവിക്കകത്ത് കയറിയടാ. എന്നിട്ട് ഞാൻ പിന്നെ അടുക്കളയിൽ പോയി ഒരു ചെറിയ ഉണ്ട ശർക്കര എടുത്ത് ഇവിടെ കുണുക്ക് പോലെ കെട്ടിയിട്ട്. ഉണ്ട ശർക്കര എടുത്ത് എന്തിനാ ഇവിടെ തൂക്കിയിടുന്നത്? എടാ ഉണ്ട ശർക്കര ഉണ്ടാ ഉറുമ്പ് ഇറങ്ങി വരുമല്ലോ, അങ്ങനെ ഇറങ്ങി വന്ന് തിന്നോണ്ട് പോവായിരുന്നു. അപ്പൊ അത് പോയില്ലേ? എവിടെ പോവാൻ? ആ ഉറുമ്പ് പോയി വേറെ കുറെ കൂട്ടുകാർ ഉറുമ്പിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. എന്തിന്? എന്നിട്ട് പറയാണേ, പാടാ അവന്റെ ചെവിക്കകത്ത് കേൾക്കണ്ട ഉണ്ട ശർക്കര. അതുകൊണ്ട് നീ ഉണ്ട ശർക്കരയുടെ കാര്യം പറയുമ്പോ സത്യം പറഞ്ഞ വായില് വെള്ളം ഊറാണ്. ഇവിടെ പണ്ടൊക്കെ ഓണക്കാലത്തെ ഉണ്ട ശർക്കര വെച്ചിട്ട് വീട്ടിൽ അവരൊക്കെ പായസം വെക്കോളിയാ. ഇവിടെ ഓണമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ജയിലിൽ ചാടി പോവാന് ശേഷം നല്ല അന്തസ്സായിട്ട് നമുക്ക് ആ കുടുംബക്കാരെ കൂടെ ഇരുന്ന് ഒന്നും വല്ലതും കഴിക്കണ്ടേ അളിയാ? നീ നോക്ക്. കഴിക്കണോളിയാ. നിനക്ക് നിന്റെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമില്ലേ? എടാ പോണോന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പിന്നെന്ത്. പക്ഷെ ഞാൻ ഇവിടുന്ന് എന്നൊക്കെ ജയിലിൽ ചാടി വീട്ടിൽ പോയിട്ടുണ്ടോ, ഒരു 2 സെക്കൻഡ് കഴിയുമ്പോ പോലീസുകാർ പിടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവരും. അതെന്തിന്? എടാ ഈ ജയിലിന്റെ തൊട്ട് ഫ്രണ്ട് കാണണല്ലേ എന്റെ വീട്. ഞാൻ ഇവിടുന്ന് ചാടി അവിടെ കാണുന്ന നമ്മൾക്കറിയാം. അങ്ങനെ കൊണ്ടുവരും. എന്നൊരു കാര്യം ചെയ്യും അളിയ, എന്റെ വീട്ടിലോട്ട് പോര്. ഇത്തവണ ഓണത്തിന് നമുക്കൊരു അലക്കലക്കാം. തുണിയലക്കാനാടാ നീ എന്നെ ഇവിടുന്ന് ചാടിച്ചോണ്ട് പോണ? അലക്കല്ല, ഓണം നമുക്ക് അടിച്ചു പൊളിക്കാന്ന്. ഓക്കെ ആയിക്കോട്ടെ. നിന്റെ വീട് എവിടെ? കൊല്ലത്തെവിടെ? കൊല്ലത്തല്ലെന്ന്. പിന്നെ എന്റെ വീട് അറിഞ്ഞത് ആരുമില്ല ഈ ഏരിയയില്. കുളപ്പനൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി അളിയാ. പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള വീടായിരുന്നു. ശരി. അതിന്റെ ഒരു ഇത് അമ്മ ഷോ കാണിക്കുമായിരുന്നു. ഓ അപ്പൊ അതാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പോണ അമ്മ ഷോ? ആ ഷോ അല്ല, എന്റെ അമ്മയ്ക്ക് കാശൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഷോ അമ്മ കാണിക്കുമായിരുന്നു. പിന്നെ അച്ഛനായിട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ അച്ഛനായിട്ട് എന്നെ കൊണ്ടങ്ങ് നശിപ്പിച്ച് ആകെ ഉണ്ടായിരുന്ന മോൻ ഞാൻ ഇവിടെ വന്ന് ഈ ജയിലുമായി. അപ്പൊ ചുരുക്കം പറഞ്ഞാ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതെല്ലാം നശിച്ചു പോയി. എടാ നീ അങ്ങനെ എന്നെ സ്വത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കല്ലേ. എനിക്കും ആവശ്യം പോലെ സ്വത്തൊക്കെ ഉള്ള തറവാട്ടിൽ നിന്ന് തന്നെ നമ്മളും വന്ന്. ഇപ്പോഴും ചേർത്തല ബസ് സ്റ്റാൻഡിന്റെ തൊട്ടിപ്പുറത്ത് 65 ലക്ഷം രൂപ വിലയുള്ള ഒരു വസ്തുവോടെ കിടപ്പുണ്ട്. എന്നിട്ടാണ് നീ ഇവിടെ വന്ന് കിടക്കുന്നത്? പക്ഷെ അതിന്റെ പ്രമാണം ബാങ്കിൽ നിന്ന് എടുക്കണേ 1 കോടി രൂപ വേടുമണിയാ. മുള്ളിനെ മുള്ളു കൊണ്ട് എടുക്കണമെന്നാണ്. ഓടാവിടുന്ന്. നിന്റെ ഈ വാക്കം കേട്ടോണ്ട് ഞാൻ എന്നാലും പെട്ടതാ. ഞാൻ ഇന്നാൾ ഒരു മീമുള്ള എന്റെ തൊണ്ടയ്ക്ക് പോയി. അപ്പൊ ഇവൻ പറയുന്നുണ്ട് വേറൊരു മീമുള്ള വെച്ചത് എടുക്കാൻ നോക്കി ഇപ്പൊ 2 മീമുള്ള എന്റെ തൊണ്ടയിലിരിക്കുക. ഇപ്പൊ ഞാൻ അരൂല് ടോളിന്റെ അവിടെ ആ ടോൾ ഗേറ്റ് പൊങ്ങുന്ന പോലെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മാറും. ഇനിയിപ്പോ ഓണക്കാലോണല്ലേ? അതെ അതെ. എനിക്ക് നാട്ടിൽ പോയിട്ട് തട്ടുകേടില്ലാതെ ജീവിക്കണം. അതങ്ങ് പൊളിച്ചു കളഞ്ഞാ പോരാ. എന്തോന്ന് തട്ടുകടയില്ലാതെ ജീവിക്കാൻ? തട്ടുകടയല്ലടാ, പിന്നെ എനിക്ക് തട്ടുകേടൊന്നുമില്ല, നല്ല മാന്യം മര്യാദയ്ക്ക് എനിക്ക് ജീവിക്കണം. ഇനിയിപ്പോ എന്ത് ചെയ്യും? വല്ലവരെയൊക്കെ കട്ടും മോട്ടിച്ചും മോഷ്ടിച്ചൊക്കെ ജീവിക്കും. അത് പിന്നെ മര്യാദയുള്ള പണിയാണല്ലോ. മോഷണം എന്ന് പറയുന്നത് ഒരു കലയാണല്ലോ. അതേളിയാ, നമുക്ക് രക്ഷപ്പെടാൻ. ഞാൻ പറയട്ടെ, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, അവന്റെ ഡെഡിക്കേഷൻ നീ കണ്ട. പക്ഷെ അതെങ്ങനെ കാണുകൂടിയാ അളിയാ? അവൻ കുളിക്കുന്നത് വേറെ ബ്ലോക്കിൽ, നമ്മൾ കുളിക്കുന്നത് വേറെ ബ്ലോക്കിൽ. അതല്ല ഞാൻ പറഞ്ഞത്.
അവനെ ഒരാഴ്ചയായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. ശ്ശേ, അപ്പൊ ഉറപ്പിച്ചോ അവൻ വെളിയിൽ ഇറങ്ങിയിട്ട് പഞ്ചർ കടയിടാനുള്ള പരിപാടിയാണ്. എന്ത് നീയല്ലേ പറഞ്ഞ അവൻ ഓരോ ആഴ്ചയായിട്ട് അവൻ ടയർ എടുക്കായിരുന്നു. തയ്യാറെടുക്കണ അവൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്തിന്? എടാ ആഴ്ചകളോളം ഇവൻ പട്ടിണി കിടന്നു ഈ സെല്ലിനകത്തുനിന്ന് പുറത്തോട്ട് കയറാൻ. അത് ശരി. പിന്നെ നമ്മളെ പോലെ ഇതുപോലെ തുണികൾ കൂട്ടിക്കെട്ടി വടം പോലെയാക്കി. എന്നിട്ട് ഈ വടം എടുത്ത് അപ്പുറത്തോട്ട് എറിഞ്ഞിട്ടേ എടാ അവൻ ചാടുമ്പോഴാ കമ്പി വേലിപ്പെട്ട് അവന്റെ ശരീരം എല്ലാം കീറി മുറിഞ്ഞ് ഇതെല്ലാ ത്യാഗങ്ങളും സഹിച്ച് കഷ്ടപ്പെട്ടാണ് അവൻ ജയിലിൽ ചാടിയത്. ഒന്നോർക്കുമ്പോ ഇത്രയും ത്യാഗമൊക്കെ സഹിച്ച് അവൻ ഈ വേദനയെ സഹിച്ച് രക്ഷപ്പെട്ടു പോയതേ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. നമുക്ക് എന്തായാലും അവന്റെ കേസ് അങ്ങ് വിട്. ദൈവമേ ഇതെന്തോ ഇതെനിക്കുള്ളത്. എനിക്കുള്ളതാ. എന്താണ് സംഭവം? നില്ലടാ അമ്മ കൊള്ളതാടാ. ഇല്ലടാ നമുക്കൊന്നും ഈ കിട്ടിയോ? ഹലോ കിട്ടിയോ? കിട്ടി എന്തെത്തി താമസിച്ചേ? എനിക്കിന്ന് കൊറേ സപ്ലൈ ഉണ്ടായിരുന്നു. ഹോൾസെയിൽ അടുത്തേക്ക് വന്നു ഇത്. ഓ അത് ശരി. ഓക്കെ നമുക്ക് കാണണ്ടേ ഒന്ന്. എനിക്ക് കാണണം. ഞാൻ എപ്പോ ചോദിച്ചാലും ചേട്ടൻ തിരക്കാന്ന് പറയാ. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ നമുക്ക് കാണണം കേട്ടോ. എനിക്കിപ്പൊ കാണണം. നിനക്ക് എന്തടി? എനിക്കിപ്പൊ കാണണം. നിനക്ക് എന്തടി? എനിക്കിപ്പൊ മതിലുകളുടെ മമ്മൂട്ടിയാ. നന്ദിയുണ്ടേ. ഇത് മമ്മൂട്ടിയുടെ മിമിക്രി. ഇത് മമ്മൂട്ടിയുടെ മിമിക്രി അല്ല, നിന്റെ കോക്രി. ഇത് രാജൻ വിദേവ്. പിന്നെ നീ കാര്യത്തിലേക്ക് കടക്കടാ. നീ ആരാണത്? എടാ അപ്പുറത്ത് വനിതാ സെല്ലിയാ. അവിടെ ഒരു പെങ്കൊച്ചുണ്ട്. പിന്നെ അല്ല ഉഗ്രം പെങ്കൊച്ചടിയാ. ഡെയിലി എനിക്ക് ഇതുപോലെ ഫുട്ടിട്ട് തരും. എങ്ങനെയുണ്ട് ആള് കാണാൻ? എടാ സത്യം പറയാലോ ഞാൻ കണ്ട് ഞെട്ടിപ്പോയി ഞാൻ. അതായത് ശ്രീജിത്ത് വിളമ്പുന്ന മുഖം. ശ്രീജിത്ത് വിളമ്പുന്നേ? അല്ല ഈ മുഖത്തിന് നല്ലതായിട്ടിരിക്കണേ. സ്ത്രീത്വം വിളങ്ങുന്ന അങ്ങനത്തെ മുഖം. അടിച്ചിട്ട കേശവദാസ്. കേശവദാസ് പട്ടം. അല്ല ഇങ്ങനെ മുടിയൊക്കെ ഉള്ള കേശഭാരം. അങ്ങനത്തെ ഒരു പെങ്കൊച്ചടിയാ. ഉഗ്രം ഒരു പെങ്കൊച്ചി. അപ്പൊ എനിക്ക് ഡെയിലി ഈ ഫ്രൂട്ടി എങ്ങനെ ഇട്ട് തരും. പക്ഷേ പേരെന്തെന്നുള്ള ചോദിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അല്ല അത് ഈ ഫ്രൂട്ടി നിനക്ക് ഡെയിലി ഇട്ട് തരും. പിന്നെ ഡെയിലി ഇട്ട് തരും. കൊച്ചിന്റെ പേര് എനിക്ക് കിട്ടി. കൊച്ചിന്റെ പേര് രേഷ്മ. പിന്നെ നിന്റെ കയ്യിലിരിക്കുന്നത് ഫ്രൂട്ടി അല്ല, ഇതിന്റെ പേരാണ് കഷായം. അപ്പൊ കഷായം രേഷ്മ. ഈ ടാർജറ്റ് തീർക്കാനുള്ള പരിപാടിയാണ് ജയിലിനകത്ത് കിടന്നത്. ഞാൻ ആ ചെപ്പക്കലടിച്ച സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി തന്നിട്ടില്ല. ഞാൻ കുടിച്ചിട്ടില്ല. ഞങ്ങൾ വെളിയിറങ്ങി കല്യാണം കഴിച്ചിട്ട് ഒന്നിച്ച് കുടിക്കാലാന്ന് പറഞ്ഞു വെച്ച് അതുകൊണ്ട് ഉയിരി കിടക്കണം. അളയാ ജയിലില് കോട്ടയം നസീർ വന്നു. അവസാനം പോലീസുകാർക്ക് മുമ്പിൽ പിടി വീണല്ലേ. പക്ഷേ പിടി വീണാലും പുള്ളി കോടതിയിൽ നിന്ന് പുഷ്പം പോലെ രക്ഷപ്പെടും. അവിടെ ഇരിക്കുന്ന ജഡ്ജിനോട് പുള്ളി പറയും ഞാനും ജഡ്ജാന്ന്. എവിടത്തെ ജഡ്ജി? മനോരമ ജഡ്ജാന്ന്. പുള്ളി അങ്ങനെ വന്നതല്ല. പിന്നെ ജയിലർ ടീമിന്റെ ഷൂട്ടിന് വേണ്ടി വന്നതാണ്. നമ്മുടെ ജയിലിലല്ലേ ഷൂട്ട് നടക്കുന്നത്. നമ്മുടെ ഷൂട്ട്. പിന്നെ ശരിയാ ശരി ഞാൻ മറന്നുപോയി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ എന്തായാലും പുള്ളിയുടെ അടുത്ത് ഈ ആൾക്കാർ സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരിക്കും. നമുക്ക് ഇപ്പൊ ചാടണ്ട, രാത്രി ചാടാം. രാത്രി ചാടിയാ ഇതിനെക്കാട്ടും മെനക്കേടാവും. എന്ത് ഈടാ അവിടെ വെളുക്ക ഷൂട്ട് നടക്കാന്ന് കുറെ ദിവസം കൊണ്ട്. ഇതെന്തിനാണ് ഇത്ര വെളുക്ക പോണോ ഷൂട്ട്? നസീറിക്കാതെ 40ാമത്തെ സീനാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അയ്യോ ത്രൂഔട്ട് ക്യാരക്ടറാ. ത്രൂഔട്ട് അല്ല ഒറ്റ സീനിലേ ഉള്ളൂ. തമിഴ് അറിയാതെ തെറ്റിച്ച് ആ ഒറ്റ സീൻ 40 വരെ എത്തിയിരിക്കണടാ. എന്നിട്ടല്ലേ പുള്ളിയൊക്കെ ടേക്ക് ആർട്ടിസ്റ്റ് ആണെന്നല്ലേ പറയണേ? ഒറ്റ ടേക്ക് ആർട്ടിസ്റ്റ് തന്നെ. പക്ഷെ ആ ഒറ്റ ടേക്കിലേക്ക് എത്താനാണ് ഈ 40 എടാ നീ ഈ സിനിമയുടെ സംവിധാനം കണ്ടാടാ? ഈ സംവിധാനം കണ്ടില്ല? സത്യം പറഞ്ഞ ആ സംവിധാനം ഒന്ന് കാണാൻ കഷ്ടം തോന്നൂടിയാ. തല താണ്ട ഇലയപ്പം പോലെ ഇത്ര ഉണ്ടടിയാ. ഇത്ര ആടയപ്പം ഇല്ല അതുപോലെ. നസീറിക്ക് ആ സീനിലെ ഡയലോഗ് തമിഴ് പറഞ്ഞ് തെറ്റിക്കും. അപ്പൊ ഈ പുള്ളി അവിടുന്ന് അതേ കടപുളി അങ്ങനെ പറഞ്ഞു തലയടിച്ച് ഇല ഏതാ അട ഏതാന്നറിയാമോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും രാത്രി ആക്കണ്ട പ്ലാനിങ്. പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് ചാടണം. ഇപ്പൊ ചാടിയാ നമ്മൾ ഓക്കെ. അതെ ഇപ്പൊ ചാടിയാ നമ്മൾ രക്ഷപ്പെടും. പോടാ ഇത്രയും പൊക്കോളം മതിലാണാടാ ഹേമന്ത് ചാമ്പി ചാടിപ്പോയത്. സത്യം പറഞ്ഞോണ്ടല്ലോ അവനെ ഒളിമ്പിക്സിൽ വിടണം. എന്തിന്? അതാകുമ്പോ ഇന്ത്യക്ക് ഒരു സ്വർണ്ണം ഉറപ്പാ. പോലീസുകാരെ നമുക്ക് ഇടി ഉറപ്പാണ്. നമുക്ക് പോവാം. എടാ നമ്മള് ജയിലിൽ ചാടുന്നതിന് ആരാണ്ട് നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? വിസിലടി കേൾക്കണം. പോലീസുകാരെ വരുന്നുണ്ടോ? ഓടിക്കോ. രക്ഷപ്പെട്ടു.
സ്വാതന്ത്ര്യം പട്ടാപ്പകലിൽ. സ്വാതന്ത്ര്യം പട്ടാപ്പകലിൽ. അളിയാ എടാ ഇത് നല്ല പരിചയമുണ്ടല്ലോടാ ഈ സ്ഥലം. നല്ല പരിചയമുള്ള സ്ഥലം. എടാ നമ്മൾ ഇവിടെ തന്നെ ഓടിപ്പോയത്, ശ്ശെടാ, തിരിച്ച് വീണ്ടും ഓടി ഇവിടെ തന്നെ വന്നതാ. ഇതെങ്ങനെയാ ഇങ്ങനെ പറയണത്? ഇതെന്തോന്നാ മറിമായോ? അല്ലല്ല ഇത് ബമ്പർച്ചിരി. എടാ എനിക്ക് മാജിക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ഏത് 16 എടുത്ത് ചാടിയത്? നീയൊക്കെ ചാടിയതേ ആ ജയിലർ സിനിമയ്ക്ക് വേണ്ടി ആട്ടുകാരുണ്ടാക്കിയ ഡെമ്മി മതില. ഒറിജിനൽ മതിൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നീയൊക്കെ ഇപ്പോഴും ജയിലിൽ തന്നെ വന്ന് നിൽക്കുന്നത്. അയ്യോ ഭഗവാനേ, ഭഗവതിയേ, ഇപ്പൊ എന്തോ ചെയ്യൂടെ? ഇതുപോലെ വിളിച്ച് നമുക്ക് അങ്ങോട്ടെങ്കിലും കേറണായിരിക്കും നല്ലതളിയാ. ഇനി ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇനി നമ്മുടെ വിധി എന്താണെന്നുള്ളത് കോടതിയിലുള്ള ജഡ്ജിമാര് തീരുമാനിക്കട്ടെ. ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ്റ്റ് നമ്പർ 62 ആൻഡ് 85 ഫസ്റ്റ് കോളം.